സഹോദര യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 10-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യം വന്ന് വായിക്കുന്നു. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഇന്ന് ഈ വീട്ടിന്റെ വാതിൽ കൂടി കടന്നു നാം വന്നപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചതെന്താ? ഇന്ന് പ്രിയ രവി ബ്രദറും അതുപോലെ മാരിസിന്റെ ഈ വീട്ടിന്റെ വാതിലിന്റെ ഉള്ളിലേക്കാണ് നാം കടന്നു വന്നത്. ഉള്ളിൽ കടന്നു വന്നത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുകയില്ല. നാം രക്ഷപ്പെടണമെങ്കിൽ കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കിടക്കുന്നവന് രക്ഷയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. സ്വന്തം ആ ഒരു നല്ല രക്ഷയുടെ മാർഗത്തെ, ആ ഒരു നല്ല രക്ഷയുടെ സന്തോഷത്തെ നാം അറിയുകയും കേൾക്കുകയും ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഈ ക്രിസ്തുവിന്റെ ആ ഒരു വലയത്തിൽ നാം ആയിരിക്കുന്നത്. ഈ ക്രിസ്തുവിന്റെ വലയത്തിലായിരിക്കുമ്പോൾ ഇതിൽ മുഖാന്തരം കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഇന്ന് ഈ വീട്ടിന്റെ അമ്മൻ സ്വന്തം കട്ടളവാതിൽ നാം വെൽക്കുവാനിടയായി, അത് വെച്ച് അതിന്റെ പണികൾ ഓരോന്നായി ഇങ്ങനെ ഉയർത്തുവാനിടയായി. ഇതിന്റെ അകത്തേക്ക് വന്ന് നാം ഈ വീട്ടിനായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിലൊരു പ്രത്യാശയുണ്ട്. നാളെ ഈ ഭവനം പണിത് പൂർത്തീകരിച്ച് ഇതിന്റെ ഉള്ളിൽ ഞാൻ അത്യന്തമായ ഒരു അന്തി ഉറങ്ങും, സന്തോഷിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യമായ ഒരു സന്തോഷ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും, നമ്മളെ കുറിച്ച് വെളിപ്പെടുത്തുവാനിടയിൽ. ഞാൻ വാതിലാകുന്നു, എന്നിൽ കടന്നു വരുന്നവൻ അവൻ രക്ഷ പ്രാപിക്കും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ നാം കടന്നുപോയി കഴിഞ്ഞാൽ തീർച്ചയായി അവനിൽ നമുക്കൊരു നിത്യമായി നിലനിൽക്കുന്ന രക്ഷയുണ്ട്. അത് ഈ ലോകത്തിൽ പണിയുന്ന ഈ ഭവനമല്ല, അതാണ് നിത്യമായ സ്വർഗരാജ്യം എന്ന ഭവനം. ഇന്ന് ലോകത്തിൽ പണിയുന്ന ഈ ഭവനമെല്ലാം കാറ്റടിച്ചാൽ, വെയിലടിച്ചാൽ, അതുപോലെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തകർന്നു പോകുവാനിടയാകും. എന്നാൽ നിലനിൽക്കുന്ന ഒരു ഭവനം മാത്രമേ ഉള്ളൂ. അത് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അതിമഹത്തമായ ഒരു വാക്കാണ്. കർത്താവ് യേശു തന്നെ വാതിലാകുന്നു, അതിൽ മുഖാന്തരം കടക്കുന്നവൻ നിത്യമായ സ്വർഗരാജ്യം എന്ന ഭവനത്തിലേക്ക് കടക്കുവാനിടയാകും. ആ ഭവനത്തിൽ കിടക്കുന്നവന് അവൻ സങ്കടമില്ല, ദുഃഖമില്ല, അവിടെ അത്യന്തമായ സന്തോഷം മാത്രമേ ഉള്ളൂ. ആ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പാനായി ഇന്ന് അതിലേക്ക് വാതിൽ തുറന്ന പ്രിയ രവി ബ്രദറെയും അതുപോലെ തന്നെ മാരി സിസ്റ്ററിനെയും ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹ പാത്രമാക്കി ദൈവം തീർക്കേണ്ടതിനായി നാം കരങ്ങളെ ഉയർത്തി ഒരു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ.